ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും NIOSലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം. അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം. കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് വഴി ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘവുമായി വിമാനം ബുധനാഴ്ച കണ്ണൂരിലെത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് ആദ്യ ഹാജിമാരുടെ സംഘം ഇറങ്ങുക. ജീവിത സ്വപ്നം പൂർത്തീകരിച്ച സംശുദ്ധ മനസ്സോടെ തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ കണ്ണൂർ വിമാനത്താവളം ഒരുങ്ങി. ഹാജിമാർക്ക് നൽകാനുള്ള സംസം പുണ്യജലം വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേർന്നിരുന്നു. എമിഗ്രേഷൻ പൂർത്തീകരണത്തോടെ തീർത്ഥാടകർക്ക് നൽകാവുന്ന വിധം സംസം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹാജിമാരുടെ തിരിച്ചുവരവ് നടപടികൾ സുഗമമാക്കുന്ന കാര്യം ആലോചിക്കാൻ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സൗദി എയർലൈൻസ്, ആരോഗ്യം, കസ്റ്റംസ്, എമിഗ്രേഷൻ, കിയാൽ പ്രതിനിധികൾ പങ്കെടുത്തു. തിരിച്ചെത്തുന്ന ഹാജിമാർക്ക് തുടർ ആരോഗ്യ പരിരക്ഷാ സംവിധാനം പ്രത്യേകം ഒരുക്കുന്നുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘം വിമാനങ്ങളെത്തുന്ന 5 ദിവസവും ഉണ്ടാവും. സമീപത്തെ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സെൽ ജീവനക്കാരും വളണ്ടിയർമാരും സ്വാഗത സംഘം ക്രമീകരണങ്ങളിലും ഹാജിമാരെ സ്വീകരിക്കാനും ഉണ്ടാവും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-നും രാത്രി 9:50-നുമായി 2 വിമാനങ്ങളിലാണ് എത്തുന്നത്. തുടർന്നുള്ള 4 ദിവസങ്ങളിലായി 7 വിമാനങ്ങൾ എത്തിച്ചേരും. രണ്ടാമത്തെ ഹജ്ജ് സംഘം 13-നാണ് എത്തിച്ചേരുക. പുലർച്ചെ 2:50-നും അന്ന് രാത്രി 9:40-നും എത്തും. ജൂലൈ 17-ന് പുലർച്ചെ 12:40-നും വൈകിട്ട് 6-നും 2 വിമാനങ്ങളിലായി ഹാജിമാർ തിരിച്ചെത്തും. 18-ന് രാവിലെ 9:50-ന് ഒരു വിമാനം വരും. അവസാന സംഘങ്ങൾക്ക് 19-ന് രാവിലെ 5:10-നും അവസാന സംഘങ്ങൾ 19-ന് രാവിലെ 5:10-നും രാത്രി 11:20-നും എത്തിച്ചേരുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്രാ ക്രമീകരണം പൂർത്തിയാവും. കണ്ണൂർ എംബാർക്കേഷൻ വഴി ഹജ്ജിന് പോയവരിൽ 3 പേർ പുണ്യഭൂമിയിൽ മരണപ്പെട്ടിരുന്നു. കണ്ണൂരിൽ നിന്ന് 2 കുട്ടികൾ ഉൾപ്പെടെ 3218 തീർത്ഥാടകരാണ് 9 വിമാനങ്ങളിലായി പുണ്യകർമ്മങ്ങൾക്കായി പോയിരുന്നത്. ഇവരിൽ കർണാടകയിൽ നിന്ന് 37 പേരും പോണ്ടിച്ചേരിയിൽ നിന്ന് 14 പേരും മഹാരാഷ്ട്രയിൽ നിന്ന് 3 പേരുമുണ്ട്. കണ്ണൂരിൽ നിന്ന് പോയവരിൽ 1899 സ്ത്രീകളാണ്. സ്ത്രീകളിൽ 587 പേർ വിത്തൌട്ട് മെഹ്റം കാറ്റഗറിയിൽ തീർത്ഥാടനം നിർവഹിച്ചവരാണ്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഹരിപ്രസൂൺ ജ്വല്ലറി, ബസ് സ്റ്റാൻഡ്, കൂത്തുപറമ്പ്.